പാർട്ടിയിലാണെങ്കിലും നല്ല കാൻഡിഡേറ്റ്സ് വരണം എന്നുള്ളത് തന്നെയാണ്. അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്ത് നടക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, കുറച്ച് നാളുകളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു റിനി ചിലപ്പോൾ മത്സരിക്കുക. അതൊരു പേഴ്സണൽ ചോയ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറഞ്ഞ ഓരോരുത്തരുടെ ഓരോ ചോയ്സസ് ആണല്ലോ. ചിലർക്ക് ചിലപ്പോൾ ചിലത് ശരിയല്ലെന്ന് തോന്നും, ചിലർക്ക് അതായിരിക്കും ശരി. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തിപരമായ ചോയ്സസ് ആണ്. അതിപ്പോൾ അഭിപ്രായം പറയാൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എൻജോയ് ചെയ്യുക, കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് യങ് കാലഘട്ടം, ടീനേജ് യങ്സ്റ്ററൊക്കെ ആയിട്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധികം നാളില്ല. അപ്പോൾ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ലവറിൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്ത് നടക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുവാണ്, എന്താണ് അതിനെക്കുറിച്ച് രാഷ്ട്രീയപരമായ നിരീക്ഷണം എന്താണ്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാൻഡിഡേറ്റ്സ് വരണം. ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല കാൻഡിഡേറ്റ്സ് വരണം എന്നുള്ളത് തന്നെയാണ്. പാർട്ടിയിലാണെങ്കിലും നല്ല കാൻഡിഡേറ്റ്സ് വരണം എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നിയോജകമണ്ഡലത്തിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? പാലക്കാട് നിയോജകമണ്ഡലത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? എനിക്കറിയില്ല, ആരെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതെന്ന് പോലും അറിയില്ല. അല്ല, കുറച്ച് നാളുകളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു റിനി ചിലപ്പോൾ മത്സരിക്കുക എന്നൊക്കെ. അത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ റൂമറല്ലേ? അല്ലല്ല, ഇല്ല, എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അതുവരെ ഭയങ്കര വിഷമത്തില്ല. ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ടില്ല, ദുഃഖത്തിലാണ് ഞാൻ. സതീശൻ സാറിനെ വിളിച്ചില്ല? ഇല്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല, പുള്ളി എന്നെ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചു. റിനിയുടെ ഒരു കോളിലൊക്കെ തന്നെ പേഴ്സണൽ ചോയ്സസ് ആണ്. അപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറഞ്ഞ ഓരോരുത്തരുടെ ഓരോ ചോയ്സസ് ആണല്ലോ. ചിലർക്ക് ചിലപ്പോൾ ചിലത് ശരിയല്ലെന്ന് തോന്നും, ചിലർക്ക് അതായിരിക്കും ശരി. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തിപരമായ ചോയ്സസ് ആണ്. അതിപ്പോൾ അഭിപ്രായം പറയാൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എൻജോയ് ചെയ്യുക, കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് യങ് കാലഘട്ടം, ടീനേജ് യങ്സ്റ്ററൊക്കെ ആയിട്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധികം നാളില്ല. അപ്പോൾ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ലവറിൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്ത് നടക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുവാണ്, എന്താണ് അതിനെക്കുറിച്ച് രാഷ്ട്രീയപരമായ നിരീക്ഷണം എന്താണ്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാൻഡിഡേറ്റ്സ് വരണം. ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല കാൻഡിഡേറ്റ്സ് വരണം എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നിയോജകമണ്ഡലത്തിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? പാലക്കാട് നിയോജകമണ്ഡലത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? എനിക്കറിയില്ല, ആരെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതെന്ന് പോലും അറിയില്ല. അല്ല, കുറച്ച് നാളുകളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു റിനി ചിലപ്പോൾ മത്സരിക്കാമെന്നൊക്കെ. അത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ റൂമറല്ലേ? അല്ലല്ല, ഇല്ല, എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അതുവരെ ഭയങ്കര വിഷമത്തില്ല. ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ടില്ല, ദുഃഖത്തിലാണ് ഞാൻ. സതീശൻ സാറിനെ വിളിച്ചില്ല? ഇല്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല, പുള്ളി എന്നെ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചു. റിനിയുടെ ഒരു കോളിലൊക്കെ തന്നെ സൃഷ്ടിച്ച ഒരാളല്ലേ? ആണോ? എനിക്കറിയില്ല കേട്ടോ. അല്ലല്ല, ഞാൻ സാധാരണ ഒരു പെൺകുട്ടി, ഞാൻ എന്ത് ചെയ്യാനാ? സാധാരണക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ. ഒരു പാർട്ടിയിൽ ഒരാളെ ടെർമിനേഷൻ വരെ സംഭവിച്ചു. അറിഞ്ഞില്ല. അതിനെക്കുറിച്ച് അറിയില്ല. ഒരുപാട് പരമ്പരകൾ വരെ തുടങ്ങി. ഒരുപാട് അന്വേഷണ പരമ്പരകൾ, പല കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, പല തുറന്നു പറച്ചിലുകൾ, പലർക്കും പ്രചോദനമായി പല സമയത്തും. അല്ല, റിനിയാണ് പ്രചോദനം നൽകിയത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനൊക്കെ. പിന്നെ അതിനുശേഷം തൊരുതൊരാ കേസ് അദ്ദേഹത്തിന്റെ പുറകിലേക്ക് വന്നു. ഞാനിപ്പോ സംസാരിക്കുന്നില്ല, അതൊക്കെ കഴിഞ്ഞില്ല, അതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററാണ്. ഇനി നമ്മളതിനെ അല്ല, ഇപ്പോഴും അത് തുടർന്നോണ്ടിരിക്കണ്ട ആളാണ്. എന്തായിരുന്നു തുടർച്ച? എനിക്കറിയില്ല കേട്ടോ. ന്യൂസ് ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. എനിക്കറിയില്ല.